ഈ സമരസമിതിയുടെ രക്ഷാധികാരിയായ ആന്റണി സേവ്യർ മാധ്യമങ്ങളോട് പറയുന്നത് കേട്ടു. ബില്ലിന്റെ പല ഭാഗങ്ങളും ഇപ്പോഴും ഡ്രാഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് പൂർത്തിയാകുമ്പോൾ മുനമ്പത്തുകാർക്ക് അനുകൂലമായ വകുപ്പുകൾ അതിലുണ്ടാവും എന്ന് മന്ത്രി പറഞ്ഞു എന്നാണ് അച്ഛൻ പറയുന്നത്. മന്ത്രി പറഞ്ഞതാണോ അച്ഛൻ അങ്ങനെ കേട്ടതാണോ എന്ന് നമുക്കറിഞ്ഞുകൂടാ. പക്ഷെ ബില്ലൊക്കെ അവതരിപ്പിച്ചു, പാസ്സാക്കി, നിയമമായി. ഇനി ഒന്നും ഡ്രാഫ്റ്റ് ചെയ്യാനില്ല, അതിന്മേൽ ഇനി ഒന്നും എഴുതി ചേർക്കാനില്ല. ഇനി സംഭവിക്കുന്നത് ഈ നിയമം നടപ്പാക്കുന്നതിനാവശ്യമായ ചട്ടങ്ങൾ എഴുതി തയ്യാറാക്കുക എന്നുള്ളതാണ്. അതിന് സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ എന്നാ പറയുക. പക്ഷേ നിയമത്തിൽ പറയുന്ന വകുപ്പുകൾക്ക് വിരുദ്ധമായിട്ട് അതിലൊന്നും എഴുതി ചേർക്കാൻ സാധിക്കില്ല. സത്യം പറഞ്ഞാൽ ഈ ബില്ല് അവതരിപ്പിച്ചപ്പോ അതിൽ മുനമ്പത്തിന് സൗകര്യമായ ഒരു പ്രൊവിഷൻ എഴുതി ചേർക്കേണ്ടതായിരുന്നു. ഈ ബില്ലിലെ തീരുമാനങ്ങൾക്ക് അല്ലെങ്കിൽ ബില്ലിലെ വ്യവസ്ഥകൾക്ക് മുൻകാല പ്രാബല്യമുണ്ടോ എന്നൊരു വരി എഴുതി ചേർത്തിരുന്നുവെങ്കിൽ ഈ വക യാതൊരു ആശയക്കുഴപ്പവും ഉണ്ടാവില്ലായിരുന്നു.